ജനം TV പരമ്പര കാണാം. വിലങ്ങാടിന് വിലങ്ങിട്ട് സർക്കാർ. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ട് വിലങ്ങാട് പുനരധിവാസത്തിന് വിലങ്ങ് തടിയാകുന്നത് സർക്കാർ നടപടികൾ. വിലങ്ങാട് ഉൾപ്പെടുന്ന വാണിമേൽ പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 8 ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് സ്ഥലമാറ്റി. ഇതോടെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വിലങ്ങാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് മാസങ്ങൾ തികയുന്നതിന് മുൻപാണ് വളരെ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. വിലങ്ങാട് വില്ലേജ് ഓഫീസർ സരിത, വാണിമേൽ പഞ്ചായത്ത് സെക്രട്ടറി KK വിനോദ്, VEOമാർ, സീനിയർ ക്ലർക്ക്, LSGD ഓവർസിയർ, സാമൂഹ്യക്ഷേമ സൂപ്പർവൈസർ തുടങ്ങിയ നിരവധി പേർ സ്ഥലം മാറിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. 2 സീനിയർ ക്ലർക്ക്, 1 ഓവർസിയർ, 1 ജൂനിയർ ക്ലർക്ക് തുടങ്ങിയവരുടെ ഒഴിവുകൾ നിലവിൽ നിൽക്കെയാണ് പുതിയ സ്ഥലമാറ്റം വന്നത്. ഇവരിൽ പലരും വിവിധ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവരെ പൊടുന്നിനെ സ്ഥലം മാറ്റിയത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി. വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം 1.5 മാസം കഴിയുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകളെ ഒറ്റയടിക്ക് തന്നെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ നമ്മൾ ഗവൺമെന്റ് ചിന്തിക്കുന്നതെന്ന് ആലോചിക്കണം. കാരണം അവിടെ വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട, വിവിധ ഘടകങ്ങളാക്കിയിട്ട് ആളുകൾ ഏകോപിപ്പിക്കേണ്ട ചുമതലകൾ വിഭജിച്ച് നൽകുന്ന ആളുകൾ തന്നെയാണ് ഈ തരത്തിൽ ഒറ്റയടിക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന അല്ലെങ്കിൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങളുമാണ്. നിരവധി പ്രാവശ്യം കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായി 1 മാസം തികയുന്നതിന് മുൻപ് വടകര RTO, തഹസിൽദാർ എന്നിവരെ സ്ഥലം മാറ്റിയത് നേരത്തെ വിവാദമായിരുന്നു. പല വാർഡുകളിലും സൗജന്യ റേഷനും മറ്റ് സർക്കാർ സഹായങ്ങളും ഇനിയും എത്തിയിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. ജനം, കോഴിക്കോട്.